ഭരണത്തിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ, ഇപ്പം മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്ത പോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ചില ചില്ലറ പോരായ്മകളുണ്ടായിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ, പ്രത്യേകിച്ച് ഈഴവ സമുദായം, അവരുടെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതിൽ ഒരു വിഭാഗം വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളുടെ ദുർബോധനയാൽ BJPക്ക് വോട്ട് മറിച്ചു എന്നതാണ്. ഇപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലും ഒരു സത്യമാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലെ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. തൃശ്ശൂർ മണ്ഡലത്തിൽ കാണാൻ കഴിയും. ഈവൻ കോഴിക്കോട്ട് കാണാൻ കഴിയും. മനസ്സിലായി. കണ്ണൂരും വടകരയിലും പോലും അത് കാണാൻ കഴിയും. അപ്പോൾ ഇടവ സമുദായം ഏത് കാലത്തും ഇവരുടെ ഒരു വോട്ട് ബാങ്കാണെന്നും ആ വോട്ട് ബാങ്കിൽ ഇത്തവണ ഒരു ചോർച്ചയുണ്ടായി, അല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെയാ. ഈ നവകേരള സദസ്സ് നടത്തിയതൊരു മണ്ടത്തരമായി എന്നവർ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടില്ല. കരുവന്നൂർ പോലെയുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തു എന്ന് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടില്ല. കാലങ്കോഴി കൂവ. ശശി തരൂരിനെതിരെ എന്തൊക്കെ അതിക്രമങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചത്. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ശശി തരൂർ ജയിച്ചു എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള ഏറെക്കുറെ എല്ലാ മുസ്ലിങ്ങളും ക്യൂ നിന്ന് തരൂരിന് തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ ഹമാസ് അല്ല വിഷയം, ഇതൊക്കെ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന പല പോരാട്ട നാടകങ്ങളാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അങ്ങനെയുള്ള നാടകങ്ങൾക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്ത് ഇളമരം കരീം ക എന്ന പേരിൽ കോഴിക്കോട്ട് മത്സരിച്ചു. എന്നിട്ട് വല്ല വിശേഷം ഉണ്ടായോ? ഇല്ല. നമുക്കിട്ടെന്ന് വെച്ചല്ലേ കോഴിക്കോട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ക്യൂ നിന്ന് MK രാഘവൻ വോട്ട് ചെയ്തു. കാരണം അവർക്ക് കരീം കായേക്കാൾ വിശ്വാസം രാഘവേട്ടനെയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഷാഫി പറമ്പിലിനെതിരെ എത്ര നീചമായ ആരോപണമാണ് ഉന്നയിച്ചത്. കാഫർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അവസാനം ഇപ്പം കാഫറിൻ്റെ സ്ഥിതി എന്താ? KK ലതിക XMLA അവരുടെ ഫേസ്ബുക്ക് പേജ് പൂട്ടി, അത് ലോക്ക് ചെയ്ത് സ്ഥലം വിട്ടു. പിന്നെ പിണറായിയുടെ പോലീസായിട്ട് വലിയ അന്വേഷണം നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതിനൊക്കെ കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കുന്ന എനിക്ക് വിശ്വാസവുമില്ല, പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.